നിതിൻ രാജിന്റെ മരണത്തിൽ അന്വേഷണം ശരിയായ ദിശയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഡിഐജി യതീഷ് ചന്ദ്രയും സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജും കണ്ണൂർ വിഷനോട്. കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പോലീസിന്റെ തിരക്ക് കാരണമാണ്. ഡോക്ടർ എം കെ റാമിനെ കണ്ടെത്താൻ വ്യാപക റെയ്ഡുകൾ നടക്കുന്നുണ്ടെന്നും ഇരുവരും പറഞ്ഞു. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കൃത്യമായ അന്വേഷണം തന്നെയാണ് നടന്നതെന്ന് ഡിഐജി യതീഷ് ചന്ദ്ര പറഞ്ഞു. നമ്മൾ ഏത് കേസ് വന്നാലും വളരെ കൃത്യമായിട്ട് നിയമം വെച്ചിട്ട് ഞങ്ങൾ എപ്പോഴും മുന്നോട്ട് പോകാറുണ്ട്. ചില സമയത്ത് പല ആളുകൾ പലത് പറയും, അത് അവരുടെ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം. ഞങ്ങളുടെ ഭാഗത്തിൽ വന്നിട്ട് ചോദിച്ചപ്പോൾ വാട്ട് എവർ വി ഹാവ് ഡൺ ഞങ്ങളത് പറയാൻ എപ്പോഴും തയ്യാറാണ്. അപ്പം ഞങ്ങളുടെ ഭാഗത്തിൽ അങ്ങനത്തെ ഒരു വീഴ്ച ഒരിക്കലും സംഭവിക്കാൻ ഞങ്ങൾ ആരും സമ്മതിക്കത്തില്ല. കേരള പോലീസ് അങ്ങനത്തെ വിഷയത്തിൽ മുന്നോട്ട് വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്യത്തുള്ളൂ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കേണ്ടതിനാൽ പോലീസിന് ഇതുമാത്രം ശ്രദ്ധിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടത്. ഇപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ ഇലക്ഷൻ ബന്ദോബസ്ത്, കൗണ്ടിംഗ് ഡേ ബന്ദോബസ്ത് കണ്ണൂർ താങ്കൾ എല്ലാവർക്കും അറിയാം എത്രമാത്രം സെൻസിറ്റീവ് ആണെന്ന് പറഞ്ഞു. ഞങ്ങൾ ആ ആംഗിളിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങൾ ചോദിച്ച എല്ലാ ആംഗിളിലും വെച്ചിട്ട് അന്വേഷണത്തിൽ മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞതായിരിക്കാം അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ. ഡോക്ടർ എം കെ റാമിനെ കണ്ടെത്താൻ വ്യാപക റെയ്ഡുകൾ നടന്നു. ഈ കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന്റെ ഹർജി നൽകിയതാണോ എം കെ റാമിനെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു തടസ്സമായി ഇപ്പോൾ നിൽക്കുന്നത്? ഇല്ല, അങ്ങനെ ഇതുവരെ കോടതി ഞങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ടെന്ന ഒരു ഓർഡർ വന്നിട്ടില്ല. ഞങ്ങളെ ടീം പുറത്തുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. ആൾറെഡി 12ഓളം വീടുകൾ റെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പല പുതിയ വീടുകൾ റെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ എങ്ങനെ എവിടെ പോയിട്ടുണ്ടോ ഇവിടെ പറയാൻ അത് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ഭാഗമാണ്, നമ്മളത് സീക്രട്ടാണ്. നമ്മളെ ടീം വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ആ വിഷയത്തിൽ. കേസിന്റെ എല്ലാ വശങ്ങളും പോലീസ് അന്വേഷിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജും പറഞ്ഞു. നമ്മളൊരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തേണ്ട സമയമല്ല ഇത്. ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ഘടകങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ആ പരിശോധിച്ച ഓരോ ഘടകങ്ങളെ പറ്റിയിട്ടും കോടതിയിലേക്ക് കൃത്യമായിട്ട് അതിൻ്റെ റിപ്പോർട്ടുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അന്വേഷണാവസ്ഥയിലാണ്, ഫൈനൽ ഡിസിഷനിലേക്ക് നമ്മൾ പോകേണ്ടുന്ന ഒരു സാഹചര്യമല്ല ഇത്. അല്ല, മുൻപ് പറഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങളും അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് മുൻപ് ഉന്നയിച്ചിരുന്ന കാര്യങ്ങൾ അവർ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് രേഖകൾ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് രേഖകൾ കോടതിയിൽ നിന്ന് എടുക്കുന്നതിനാവശ്യമായിട്ടുള്ള ഭാഗം നമ്മളുടെ ഭാഗത്തു നിന്നുമുള്ള സഹായങ്ങൾ അതിലുണ്ടാവും. ഡോക്ടർ എം കെ റാമിനെതിരായ പരാതിയും അന്വേഷിക്കുന്നുണ്ട്. നിതിൻ രാജിന് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്തുകയാണ് പോലീസിന്റെ ലക്ഷ്യം. അതിന്റെ അന്വേഷണം കുറ്റമറ്റ രീതിയിൽ തന്നെ നടക്കുമെന്നും ഡിഐജിയും സിറ്റി പോലീസ് കമ്മീഷണറും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.